നമസ്കാരം. ICCയുടെ T20 ലോകകപ്പിൽ നിന്ന് പുറത്തേക്കുള്ള വാതിൽ ടീം ഇന്ത്യ ഏതാണ്ട് കണ്ടു കഴിഞ്ഞു. നിലവിലെ ജേതാക്കളും ആതിഥേയരുമായ ഇന്ത്യയെ സംബന്ധിച്ച കാര്യങ്ങൾ ഇനി ഒട്ടും അനുകൂലമല്ല. കിരീട ഫേവറേറ്റുകളായി ഈ ടൂർണമെന്റിൽ ഇറങ്ങിയ ഇന്ത്യൻ ടീമിന് സെമി സാധ്യത വെറും 50% താഴെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. സൂപ്പർ 8-ലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ വൻ തോൽവി ടീം ഇന്ത്യയുടെ ലോകകപ്പ് സ്വപ്നത്തിന്മേലുള്ള ആദ്യ അടിയായിരുന്നു. ഇപ്പോഴിതാ വിൻഡീസ് സിംബാബ്വെ മത്സരവും ഇന്ത്യയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. വെസ്റ്റ് ഇൻഡീസിന്റെ കൂറ്റൻ വിജയം കാരണം യഥാർത്ഥത്തിൽ പണി കിട്ടിയത് ഇന്ത്യക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം. അവർ ഇത്ര വലിയ മാർജിനിൽ സിംബാബ്വെയെ മുക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചതുമില്ല. ഈ വിജയത്തോടെ +5.350 എന്ന വമ്പൻ നെറ്റ് റൺ റേറ്റ് ആണ് കരീബിയൻ ടീം സ്വന്തമാക്കിയിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയെ പിന്തള്ളി ഗ്രൂപ്പ് 1-ൽ വിൻഡീസ് തലപ്പത്തേക്കും കയറി. ഇതോടെ നേരത്തെ അഹമ്മദാബാദിൽ നടന്ന പോരാട്ടത്തിൽ സൗത്ത് ആഫ്രിക്ക 76 റൺസിന് ഇന്ത്യയെ തോൽപ്പിച്ചിരുന്നു. ഇതോടെയാണ് +3.800 എന്ന വലിയ നെറ്റ് റൺ റേറ്റ് സൗത്ത് ആഫ്രിക്ക നേടിയത്. ഇപ്പോൾ സിംബാബ്വെയെ അതിനേക്കാൾ വലിയ മാർജിനിൽ തകർത്തതോടെ വിൻഡീസ് കൂടുതൽ മെച്ചപ്പെട്ട നെറ്റ് റൺ റേറ്റുമായി ഒന്നാമതും എത്തി. ഇന്ത്യയുടെ നിലവിലെ നെറ്റ് റൺ റേറ്റ് -3.800 ആണ്. ഇനിയുള്ള 2 മത്സരങ്ങളിൽ, അതായത് സിംബാബ്വെ, വെസ്റ്റ് ഇൻഡീസ് എന്നിവരെ വലിയ മാർജിനിൽ തോൽപ്പിച്ചാലും ഇന്ത്യക്ക് നെറ്റ് റൺ റേറ്റിൽ വിൻഡീസ്, സൗത്ത് ആഫ്രിക്ക എന്നിവരെ മറികടക്കുക അസാധ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ സെമിയിലെത്താൻ ഇന്ത്യക്ക് ഇനി ഒരു വഴി മാത്രമേ ഉള്ളൂ. അടുത്ത 2 മത്സരങ്ങളിൽ വലിയ മാർജിനിൽ ജയിക്കുക. അതോടൊപ്പം തന്നെ സൗത്ത് ആഫ്രിക്ക ശേഷിച്ച 2 മത്സരങ്ങളിൽ നല്ല രീതിയിൽ ജയിക്കുകയും വേണം. അപ്പോൾ സൗത്ത് ആഫ്രിക്ക 6 പോയിന്റുമായും ഇന്ത്യ 4 പോയിന്റുമായും സെമിയിൽ എത്തും. എന്നാൽ വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയെ വിൻഡീസ് തോൽപ്പിച്ചാൽ ഇന്ത്യ ഏറെക്കുറെ പുറത്താകും. ഇത് സംഭവിച്ചാൽ വിൻഡീസുമായുള്ള അവസാന കളിക്ക് മുൻപ് തന്നെ ഇന്ത്യയുടെ വിധിയും കുറിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഈ മത്സരം സൗത്ത് ആഫ്രിക്ക ജയിക്കേണ്ടത് ഇന്ത്യക്ക് അനിവാര്യമാണ്. എന്നാൽ അവിടം കൊണ്ടും ഒന്നും തീരുന്നില്ല. അന്നേ ദിവസം രാത്രി 7 മണിക്ക് ചെന്നൈയിലെ ചെപ്പോക്കിൽ സിംബാബ്വെക്കെതിരെയുള്ള ഇന്ത്യയുടെ അടുത്ത മത്സരത്തിൽ അത്ഭുത പ്രകടനം തന്നെ ഇന്ത്യ കാഴ്ചവെക്കുകയും വേണം. ഈ മത്സരത്തിലൂടെ മൈനസിൽ നിന്നും പ്ലസിലേക്കുള്ള നെറ്റ് റൺ റേറ്റിന്റെ കുതിപ്പാണ് ഇന്ത്യയുടെ ലോകകപ്പ് ഭാവി എങ്ങനെയാകുമെന്ന് തീരുമാനിക്കുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ വ്യാഴാഴ്ചയാണ് ഇന്ത്യയെ സംബന്ധിച്ച ഏറ്റവും നിർണായക ദിവസം. എല്ലാ ടീമുകളും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് വെസ്റ്റ് ഇൻഡീസിനെയാണ്. വിജയത്തിന്റെ രുചി അറിഞ്ഞാൽ കപ്പും കൊണ്ടേ അവർ പോവുകയുള്ളൂ. അതാണ് ചരിത്രവും. അതുകൊണ്ട് തന്നെ വിൻഡീസിനെ മെരുക്കുക എന്നത് ചില്ലറ കാര്യമല്ല. ഇപ്പോൾ ഈ ലോകകപ്പിൽ ഇതുവരെ തോൽവി അറിയാത്ത ടീം, എല്ലാ മത്സരങ്ങളിലും ആധികാരിക വിജയം നേടിയ ടീം, ബാറ്റർമാരും ബോളർമാരും അത്ഭുതങ്ങൾ കാട്ടാൻ ശേഷിയുള്ളവർ. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും സൗത്ത് ആഫ്രിക്കയ്ക്കും അത്ര പെട്ടെന്ന് അവരെ ജയിക്കാൻ സാധ്യമല്ല. സൂര്യകുമാർ യാദവും സംഘവും തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ വിന്നിംഗ് കോമ്പിനേഷൻ അത്ഭുതം കാട്ടുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഗംഭീറിന്റെ പരീക്ഷണങ്ങൾ ഇനിയും പുറത്തെടുത്താൽ സെമി കാണാതെ നാട്ടിലേക്ക് വേഗം ഇന്ത്യക്ക് മടങ്ങാം. വിൻഡീസിനെതിരെയും സിംബാബ്വെക്കെതിരെയും ജയത്തിനപ്പുറം ഒന്നും തന്നെ ഇന്ത്യക്ക് ഇപ്പോൾ ചിന്തിക്കാനില്ല. സിംബാബ്വെക്കെതിരെ ഇനി ജയിച്ചാലും അപ്പുറത്ത് വിൻഡീസ് എന്ന വൻമരവും നിൽക്കുകയാണ്. വമ്പൻ അട്ടിമറികളിലൂടെ ഇത്തവണത്തെ T20 ലോകകപ്പിലെ കറുത്ത കുതിരകളായി മാറിയ സിംബാബ്വെയെ സൂപ്പർ 8-ൽ വെസ്റ്റ് ഇൻഡീസ് അലക്കി വിട്ടത് നാം കണ്ടതാണ്. 255 റൺസായിരുന്നു വിൻഡീസ് സിംബാബ്വെക്ക് നൽകിയ വിജയലക്ഷ്യം. ഒടുവിലായി 17.4 ഓവറിൽ 147 റൺസിന് സിംബാബ്വെ പോരാട്ടം അവസാനിപ്പിക്കുകയും ചെയ്തു. മത്സരത്തിന്റെ പൂർണ്ണാധിപത്യം ഏറ്റെടുത്ത 107 റൺസിന്റെ കൂറ്റൻ വിജയമാണ് 2 തവണ ചാമ്പ്യന്മാരായ വിൻഡീസ് കൈക്കലാക്കിയത്. നേരത്തെ ഗ്രൂപ്പ് ഘട്ടത്തിൽ മുൻ ജേതാക്കളായ ഓസ്ട്രേലിയ, ശ്രീലങ്ക എന്നിവരെ എല്ലാം അട്ടിമറിച്ച സിംബാബ്വെക്ക് കരീബിയൻ കരുത്തിന് മുന്നിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന കാര്യവും മറക്കരുത്. തങ്ങളുടെ പ്രതാപകാലത്തെ ഓർമ്മിപ്പിക്കും വിധം കരീബിയൻ ബാറ്റർമാർ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ എതിരാളികൾ ഉറ്റുനോക്കുകയാണ് വെസ്റ്റ് ഇൻഡീസ് ടീമിനെ. ടീം ഇന്ത്യക്ക് പടയൊരുക്കത്തിന് മുൻപുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത്. നെറ്റ് റൺ റേറ്റിൽ വെസ്റ്റ് ഇൻഡീസും സൗത്ത് ആഫ്രിക്കയും എല്ലാം ബഹുദൂരം മുന്നിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ. ശേഷിച്ച 2 മത്സരങ്ങളിൽ സിംബാബ്വെ, വിൻഡീസ് എന്നിവരെ വൻ മാർജിനിൽ തോൽപ്പിക്കുക മാത്രമാണ് ഇന്ത്യക്ക് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ സാധിക്കുന്ന ഒരു കാര്യം. ബാക്കിയെല്ലാം ഭാഗ്യം കടാക്ഷിച്ചിരിക്കും. സൗത്ത് ആഫ്രിക്ക കനിഞ്ഞാൽ ഇന്ത്യക്ക് സെമി കാണാൻ സാധിക്കുകയും ചെയ്യും.